ഈ മാസം 21-ാം തീയതി രാത്രിയാണ് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിലെ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷിൻ്റെയും ശ്രീജയുടെയും മകളായ രുദ്രയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ ആരോപണവുമായി കുടുംബം പിന്നീട് രംഗത്ത് വരികയും ചെയ്തു. സീനിയർ വിദ്യാർത്ഥിനികളുടെ റാഗിംഗ് കാരണമാണ് തൻ്റെ മകൾ മരിച്ചതെന്ന് അച്ഛൻ രാജേഷ് ആരോപിക്കുന്നു. സീനിയർ വിദ്യാർത്ഥികൾ മകളെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും അവിടുത്തെ ഹോസ്റ്റൽ വാർഡന് ഈ കാര്യങ്ങൾ എല്ലാം അറിയാമെന്നുമാണ് അച്ഛൻ പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി മാറിയിരുന്നു. സംഘത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഒരു പിതാവിന്റെ കണ്ണുനീർ വിൽക്കരുത്. മനസ്സ് മരവിച്ചുപോയ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. രാജേഷിന്റെ മകൾ രുദ്ര എന്ന കൊച്ചു മിടുക്കിയുടേത് വെറും മരണമല്ല, മറിച്ച് RSS എന്ന പ്രസ്ഥാനത്തിന്റെ മനുഷ്യത്വ വിരുദ്ധമായ മുഖം വെളിവാക്കുന്ന ക്രൂരതയാണ് എന്നും സന്ദീപ് വാര്യർ പറയുന്നു. ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഇടയിൽ കറി തുളുമ്പി സീനിയേഴ്സിന്റെ ദേഹത്ത് വീണതിന് ആ കൊച്ചുകുട്ടിയെ ബോഡി ഷെയ്മിംഗ് നടത്തിയും മാനസികമായി തളർത്തിയും മരണത്തിലേക്ക് തള്ളിവിട്ടവർ ഈ സമൂഹത്തിന് തന്നെ അപമാനമാണ്. ഹോസ്റ്റൽ വാർഡിനെ വിവരം അറിയിച്ചിട്ടും അതൊരു നടപടിയും എടുക്കാതെ ആ പരാതി മാനേജ്മെന്റ് പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭീകരം മരണത്തിന് ശേഷം ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ്. സ്വന്തം മകളുടെ തണുത്ത ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ ആ അച്ഛനെ ഫോണിൽ വിളിച്ച് ഒരു സംഘപരിവാർ നേതാവ് പറഞ്ഞത് സംഘത്തിന്റെ അഭിമാനമാണ് പ്രധാനം, അതുകൊണ്ട് കേസിന് പോകരുത് എന്നാണ്. സംഘപരിവാറിനിടയിൽ വലിയ അംഗീകാരമുള്ള ഒരു വനിതാ നേതാവിനെ രാജേഷ് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി അതിലും പരിതാപകരമായിരുന്നു. കുടുംബത്തോട് സഹതാപമുണ്ട്, പക്ഷേ ഇത് സംഘത്തിന്റെ സ്കൂളായി പോയില്ലേ എന്ന നിസ്സഹായ അവസ്ഥയാണ് അവർ പ്രകടിപ്പിച്ചത്. മറ്റേതെങ്കിലും സമുദായം നടത്തുന്ന സ്കൂളായിരുന്നു ഈ ദാരുണ സംഭവം നടന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഈ നേതാക്കളെല്ലാം താണ്ഡവമാടുമായിരുന്നു. എന്നാൽ സ്വന്തം സ്കൂൾ ആയപ്പോൾ കുറ്റവാളികളെ വെള്ളപൂശാനും രാജേഷിന്റെ കുടുംബത്തിനെതിരെ സൈബർ ഗുണ്ടകളെ വിട്ട് അധിക്ഷേപിക്കാനുമാണ് ഇവർ തുനിയുന്നത് എന്നും സന്ദീപ് വാര്യർ പറയുന്നു. രുദ്രയുടെ മരണത്തിൽ നീതി ഉറപ്പാക്കാൻ താൻ പാലക്കാട് SP-യുമായി ഈ വിഷയം സംസാരിച്ചെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് SP തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും വാര്യർ പറഞ്ഞു. എന്നാൽ സംഘപരിവാർ അണികൾ ഒരു കുട്ടിയുടെ മൃതദേഹത്തോട് പോലും വൈരാഗ്യം തീർക്കുകയാണെന്നും ആ കുടുംബത്തെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും തെരുവിലേക്ക് വലിച്ചിഴക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞവരാണെന്നും മകളെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുമൊക്കെയാണ് ആ കൂട്ടർ പറയുന്നത്. വർഷങ്ങളോളം നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകനാണ് രാജേഷ്. അയാളെയും അയാളുടെ ഭാര്യയെയും കുടുംബ പ്രശ്നം ഉള്ളവർ എന്ന് ചാപ്പയടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ ഏത് ശാഖയിലെ പാഠമാണ് എന്നുകൂടി സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ട്. രുദ്രയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഞാനുണ്ടാകും. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം എന്നൊന്നുണ്ട്. അത് നഷ്ടപ്പെട്ടവരോട് എനിക്കൊന്നും പറയാനില്ല. നീതി വൈകിക്കൂടാ. രുദ്രയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.